എല്ലാവർക്കും നമസ്കാരം. ചോറും അരിപ്പൊടിയും മുട്ടയും വെച്ചുണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റായി മാത്രമല്ല ഡിന്നറായോ സ്നാക്കായോ ഇത് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. മിക്സിയിലേക്ക് അരക്കപ്പ് ചോറിടാം. ഏതുതരം ചോറ് വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം. അരക്കപ്പ് അരിപ്പൊടി, ഇത് വറക്കാത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 3/4 ടീസ്പൂൺ മുളക് പൊടി, 3-4 ചെറിയ ഉള്ളി എടുക്കാം, കറിവേപ്പില. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇടുന്നുണ്ട്. നല്ല സ്മൂത്തായി അരയ്ക്കണ്ട, ചോറിൻ്റെ ചെറിയ ചെറിയ തരികൾ കിടക്കുന്നത് പോലെ വേണം അരയ്ക്കാൻ. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ചോറിൻ്റെ ചെറിയ ചെറിയ പീസുകൾ കാണാം. ഇതുപോലെയാണ് അരയ്ക്കേണ്ടത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. മാവ് വല്ലാതെ ലൂസാവരുത്, കുറച്ച് കട്ടിയോടുകൂടി തന്നെ വേണം. രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. ഇഡ്ലി മാവിനെക്കാട്ടിലും കുറച്ചും കൂടി അയവാകാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ ഇടാം. രണ്ട് പച്ചമുളക്, കറിവേപ്പില മുറിച്ചതിടാം, ചെറുതായി മുറിച്ച സവാള. നന്നായി മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. മാവ് നല്ല കട്ടിയാണ്, കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചിട്ടുണ്ട്. മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ അപ്പം വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം, ഒരു പ്രത്യേക രുചിയുമാണ് ഉണ്ടാവും. ചെറുതായൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ഈ ഭാഗമൊന്നും വെന്തിട്ടില്ല. നന്നായി വെന്ത ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ പൊട്ടിപ്പോകും. ഒന്നുകൂടി തിരിച്ചിടാം. ഈ ഒരു അപ്പം കഴിക്കാൻ കറിയുടെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാം. ഇതായിട്ടുണ്ട്, എടുക്കാം. രണ്ട് തവി മാവ് ഒഴിച്ചാൽ മതി.
തിരിച്ചിടാം. ഒരു വെറൈറ്റി രുചിയാണ് ഈ അപ്പത്തിന്. ചോറും മുട്ടയെല്ലാം ചേർക്കുന്നത് കൊണ്ട് വളരെ ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ സോഫ്റ്റുമാണ്. 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ അപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.